ഈ സിനിമ ഇൻഡസ്ട്രി താങ്കൾ എങ്ങനെ ട്രീറ്റ് ചെയ്തു താങ്കൾക്ക് തോന്നുന്നത്? വളരെ മോശം. എന്താ അങ്ങനെ പറയാൻ കാരണം? അല്ല, അതൊരു എന്റെ അനുഭവം ഞാൻ പറയാൻ പറ്റുമോ? റിയൽ ഐഡിന്നും ഫേക്ക് ഐഡീസൊന്നും ഒരു 95% താങ്കളുടെ ഏറ്റവും ഭംഗിയുള്ളത് താങ്കളുടെ എനിക്ക് കാലുകളാണ്. പേടിയെ തുടങ്ങിയിട്ടുണ്ട് എന്തെങ്കിലും സംഭവിക്കും. ഇത് കാണുമ്പോ എന്താ തോന്നുന്നത്? സന്തോഷമുള്ളൂ. അത് ഒരു മിടുന്നല്ലേ? അല്ല, നല്ലല്ലേ? നല്ലതാണല്ലോ. നമ്മുടെ കൈ എന്തായാലും ഫോട്ടോ ഒക്കെ പോയി നോക്കിയില്ലേ? അല്ല, എനിക്ക് എന്റെ കാലം എനിക്ക് ഇഷ്ടമാണ്. നല്ല കാലല്ലേ? നല്ല വെളുത്ത ചെന്നൈ, നമ്മുടെ നാട് കേരളം ഇപ്പൊ ഒരു മെട്രോ സിറ്റി ആണ്. അല്ലാതെ നമ്മൾ അത് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ അവിടുത്തെ ആൾക്കാരുടെ കാഴ്ചപ്പാടില്? അങ്ങനെയൊന്നുമില്ല. ആടുകൾ എല്ലായിടത്തും ഒരുപോലെ തന്നെ. കിട്ടി. പ്രപ്പോസൽസ്, എനി പ്രപ്പോസൽസ് ഫ്രം സോഷ്യൽ മീഡിയ? ഇന്ന് രാവിലെ കൂടെ ചാവറ മാട്രിമോണിയിൽ കണ്ടു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെയല്ല, ഇൻസ്റ്റാഗ്രാമിൽ മാത്രമല്ല മാട്രിമോണിലും ഉണ്ട്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ്, ഹലോ ആൻഡ് വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ടോക്ക് ഓഫ് ദി ടൗൺ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് വളരെ ബോൾഡായ, വളരെ ബ്യൂട്ടിഫുൾ ആയ, വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. വി ഹാവ് വിത്ത് us വൈക റോസ്. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. അതെന്താ ഈ ബോൾഡ് എന്ന് ഉദ്ദേശിച്ച് എനിക്ക് മനസ്സിലായില്ല. വളരെ ബോൾഡ് ആയിട്ടാണ് താങ്കളുടെ അല്ലാതെ മറുപടികൾ എന്താണ് വരുന്നത്. ഉദ്ദേശിച്ചത്? അല്ല, പൊതുവെ ഇപ്പോ നമ്മൾ അതായത് ഇന്റർവേർട്ട് എന്നതിന്റെ ഓപ്പോസിറ്റ് അങ്ങനെയൊന്നല്ല, ഞാൻ തൊട്ടാ കരയുന്ന ആളാണ്. ആണോ? ഈ ബോൾഡ്നെസ് ഒക്കെ ഫോട്ടോയിലുള്ളൂ, ഫോട്ടോയിലേ റിയൽ ഉള്ളൂ. ലൈഫിൽ അങ്ങനൊന്നും അല്ല. അത് നമ്മൾ പറയില്ല, ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നതൊക്കെ വെറുതെയാ. സത്യം അങ്ങനെ അല്ല. ഓക്കെ, അപ്പൊ ശരിക്കും ഞാൻ ചോദിക്കട്ടെ? അല്ല, വേണ്ട വേണ്ട വേണ്ട, അറിയാണ്ട് സത്യം പറഞ്ഞത് എല്ലാം മനസ്സിലായി. ഞാൻ ഇല്ല, എന്നാലും ഞാൻ ചോദിക്കും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വൈക റോസ് ആരാണ് ശരിക്കും? നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും ഒന്നും കാണാത്ത റിയൽ വൈക ആരാണ്? ഞാൻ സീരിയൽ കണ്ട കരയുന്ന ആളാ. അതെ, സീരിയൽ അപ്പൊ കാണാറുണ്ട്. പിന്നെ കാണുന്ന വളരെ റെയർ ആണ്. പക്ഷെ സീരിയലിൽ അല്ലെങ്കിൽ സെന്റിമെന്റ്സ് ആകുമ്പോൾ അപ്പൊ തന്നെ കരച്ച് മറ്റു ചാനലും ഞാൻ അത്ര ബോൾഡൊന്നുമല്ല. ഈ കാണുന്ന ഒരു ഇതൊക്കെ ഉള്ളൂ. അങ്ങനെ കാണിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു വലിയില്ല. അതുകൊണ്ടാ. ഓക്കെ, നമ്മള് ഈ പൊതുവെ താങ്കളുടെ ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഈ ബോൾഡ് എന്ന് ശരിക്കും ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കോസ്റ്റ്യൂംസിലും നമ്മൾ കംഫർട്ടബിൾ ആണ്, നമ്മൾ എന്തിടാനും നമ്മൾ ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എന്നിരുന്നാലും ഇത് കാണുന്ന രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ. ചിലർ പറയും യെസ്, യുവർ ബ്യൂട്ടി, യുവർ ബോഡി, ജസ്റ്റ് എംബ്രേസ് ഇറ്റ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ബട്ട് സ്റ്റിൽ അതിനെ പ്രശ്നമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ മീഡിയക്കാർ അതിനെ വിളിക്കുന്നത് ബോൾഡ് ആണ് ആള് എന്നുള്ളതാണ് ശരിക്കുമുള്ള അത് കംഫർട്ടാണ് ഒന്ന്. ഞാൻ കംഫർട്ടബിൾ ഡ്രസ്സ് മാത്രമേ ഞാൻ ഇടാറുള്ളൂ. പിന്നെ ചിലപ്പോഴൊക്കെ അല്ലാത്തതൊക്കെ നമ്മൾ മേടിച്ചു പോയില്ലേ എന്നുള്ളതോട് ഇടാറുണ്ട്. പക്ഷേ ചില കമന്റ്സ് ഒക്കെ ശരിക്കും വിഷമം വരാറുണ്ട്. ഇപ്പൊ മീനിങ് തന്നു ഒരു ഫോട്ടോയുടെ താഴെ. ഞാൻ പറയട്ടെ, അതായത് പ്രഗ്നൻസി അല്ലെ, പ്രഗ്നൻസി വെയിറ്റ് ആണോ? എനിക്ക് ആ മറുപടി അങ്ങ് ഇഷ്ടപ്പെട്ടു. അല്ല, പിന്നെ എനിക്കുണ്ടല്ലോ, ആദ്യം ഞാൻ വായിച്ചപ്പോ പിന്നെ ഞാൻ നോക്കി പ്രൊഫൈലിൽ ഫേക്ക് ആണ്. ഞാനപ്പോ പ്രഗ്നന്റ് ആയി. പിന്നെ കല്യാണം കഴിക്കണമെന്നില്ല പ്രഗ്നന്റ് ആവാൻ. അതായിരിക്കും അടുത്ത മറുപടി വരാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ അത് എഴുതിയില്ല. താഴെ ഞാൻ കണ്ടല്ലോ മറുപടി കൊടുത്തത്. എനിക്ക് സഹിക്കാൻ വയ്യ, ഇങ്ങോട്ട് മറുപടി കൊടുത്തു. ആദ്യം വിചാരിച്ച ബ്ലോക്ക് ചെയ്യാൻ. വേണ്ട, വേണമെങ്കിൽ പോയി വായിച്ചോട്ടെ അവര്. പക്ഷെ അത് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ചെയ്യുന്നതാ, അല്ലാണ്ട് നമ്മളുടെ സ്നേഹം കൊണ്ടൊന്നല്ല. നമ്മൾ എങ്ങനെയെങ്കിലും വിഷമിപ്പിക്കണം. അത് എനിക്ക് ഇത് മനസ്സിലായിട്ടില്ല. നമ്മളെ വിഷമിച്ചിട്ടൊക്കെ എന്ത് കിട്ടുക? പിന്നെ ഒരുപാടുണ്ട് കേട്ടോ. ഈയിടെ വേറെ മറ്റേ എന്റെ ഫോട്ടോയുടെ പേജില് പറയാൻ മടിയാണ്, എന്നാലും അത് മടിയെന്ന് വെച്ചാ ഇനി അറിയാത്ത ആൾക്കാരെ കൊണ്ട് അറിയിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടാ. എന്നാ ബെസ്റ്റ് ബ്യൂട്ടിഫുൾ ട്രാൻസ്ജെൻഡർ ഇൻ കേരള എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ എനിക്കൊരു ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ്. അവരൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ഇത് ഇവർക്ക് അറിയാൻ മേലെങ്കിട്ടല്ല. ഇത് മനഃപൂർവ്വം നമ്മളിത് വായിക്കണം, വായിച്ചിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം, നമ്മൾ വിഷമിക്കണം. അപ്പൊ അല്ലാത്ത കാര്യം നമ്മൾ സത്യം വായിക്കുമ്പോഴാണ് വിഷമിപ്പിക്കുന്നത്. ഈ പ്രഗ്നൻസി ഒക്കെ വായിച്ചപ്പോൾ ഞാൻ തമാശക്ക് അയച്ചതാണ് കേട്ടോ അതിന് റിപ്ലൈ. കാരണം ഇനി അവൻ റിപ്ലൈ അയക്കരുത്, തീർന്നല്ലോ. ഇല്ല, അല്ല, അതിന്റെ താഴെ കണ്ടോ കോമൺ ഫ്രണ്ട് പറഞ്ഞു അത് താനേ ഫേക്ക് ഐ ഡി, എന്നിട്ടാണ് തനിക്കൊരു കോമൺ ഫ്രണ്ട്, അത് എന്റെ ഫ്രണ്ട്. പിന്നെ അത് വിട്ടു ഇടും. പണ്ടൊക്കെ ചെയ്യാറ് ഒരുപാട് എഫക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കുറെയൊക്കെ ബ്ലോക്ക് ചെയ്യലുള്ളൂ. പിന്നെ കുറെ കമ്പാരിസൺസ് വേറെ ആക്ട്രസിനെ വെച്ചിട്ടൊക്കെ അയക്കാറുണ്ട്. അവരെ കൊണ്ട് എത്ര ഭംഗിയാണ്, ഒരു കളവിയല്ലേ, ഇങ്ങനെ ഒരുപാട് കമന്റ്സ് വരാറുണ്ട്. പക്ഷെ ഇതൊന്നും നമുക്കൊരു പ്രശ്നമില്ല. ഈ
കുറ്റം പറയുന്ന ആൾക്കാരെ നമുക്ക് മാറ്റി നിർത്താം, നമുക്ക് നെഗറ്റീവ് വേണ്ടല്ലോ. പോസിറ്റീവ് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെ, ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പൊ റീസെന്റ് താങ്കളുടെ ഒരുപാട് ഫോട്ടോസിന് വന്നൊരു കമന്റ്സ് ആണ്, യു ജസ്റ്റ് എംബ്രേസ് യുവർ ബ്യൂട്ടി, അത് ഇങ്ങനെ തന്നെ പോട്ടെ. ഇപ്പൊ നമ്മുടെ ഒരു മനുഷ്യന്റെ ബോഡിയിലുള്ള നാച്ചുറൽ കർവ്സ് അത് അങ്ങനെ തന്നെ കാണിക്കുന്നതിൽ ഒരു പ്രശ്നമില്ല, അത് ജസ്റ്റ് എംബ്രേസ് ചെയ്യാന്നുള്ളത്. അത് കേൾക്കുമ്പോൾ ബഗ്ഗി കൊടുന്നു ഇങ്ങനത്തെ പിന്നെ എന്നോട് ഈയിടെ ആരോ പറഞ്ഞു, ആരും കമന്റ് അയച്ചാട്ടോ മലയാളത്തിലും മമ്മൂട്ടിയാണെന്ന്, ഞാൻ അങ്ങോട്ട് ശരി എനിക്ക് വയ്യാതൊക്കെ. പക്ഷെ ഫോട്ടോയിൽ കാണുന്നതിനെക്കാട്ടിലും നേരിട്ട് കുറച്ചുകൂടെ പ്രായം കുറവാട്ടോ തോന്നുന്നത്. ഫോട്ടോ ക്യാമറ വേണ്ട, ഇനിയിപ്പോ ആ ക്യാമറമാൻ എന്നെ ചെയ്താ പറയും. അങ്ങനെയല്ല, ക്യാമറയിൽ പൊതുവേ തടി കൂടുതൽ തോന്നും, അതിപ്പോ പൊതുവെ എല്ലാവർക്കും അതെ. ഇന്നിപ്പോ ഞാൻ ഓഡീഷന് പോയി, അവരെന്നെ കണ്ട് പറഞ്ഞപ്പോ പറഞ്ഞു, അയ്യോ ഫോട്ടോയിൽ തടി കൂടുതൽ തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ എന്നാ ചെയ്യാനാ, ക്യാമറയുടെ കുഴപ്പമാണ്, നിങ്ങൾ ആദ്യം ക്യാമറ മാറ്റ് എന്നിട്ടല്ലേ ബാക്കി കാര്യം. സെലിബ്രിറ്റി യു സീക്രട്ട്ലി സ്റ്റോക്ക്. സീക്രട്ടിൽ എല്ലാവരും അല്ല തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. എന്റെ ഫോളോവേഴ്സ് ഞാൻ 3500 പേരെ ഫോളോ ചെയ്യുന്നുണ്ട്. ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത ക്വസ്റ്റ്യൻ റിലവന്റ് ആണ്, സെലിബ്രിറ്റി ക്രഷ്. ക്രഷോ അവളെന്താ അത് പറഞ്ഞപ്പോഴേ അവർ ഇടി. അതിന് ഫഹദിനെ ഭയങ്കര ഇഷ്ടം, വിജയ് സേതുപതി. ഹിന്ദിയിലാണെങ്കിൽ ഹിന്ദിയിൽ എപ്പോഴും ഫേവറേറ്റ് സൽമാൻ ഖാൻ. പുള്ളിക്ക് 75 വയസ്സായാലും പിന്നെ സിംഗിളാണ്. ഓക്കെ, ശരി. മാരേജ് ഓർ ലിവിംഗ് ടുഗദർ? ഡിപ്ലോമ ഇപ്പൊ പറയും, അത് ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ്. എനിക്ക് ഇപ്പൊ ലിവിംഗ് ടുഗദർ ഒക്കെ നോക്കാന്നുണ്ട്, പക്ഷെ അമ്മ എനിക്ക് തോന്നുന്ന സമ്മതിക്കില്ല. ഇപ്പോഴും ഡിസിഷൻസ് എടുക്കുമ്പോൾ അമ്മയുടെ ചോദിക്കും, അമ്മ ഞാനിങ്ങനെ അപ്പൊ അമ്മ എന്ത് പറയും? അമ്മ പറഞ്ഞ ഞാൻ കേൾക്കും ഇപ്പോഴും. അതെ, പിന്നെ ഈ പറഞ്ഞ ബോൾഡ് ഇല്ലേ, അതൊന്നും അവിടെ ഇല്ല. ഞാൻ ഇപ്പോഴും അമ്മയ്ക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു തന്നെയാ. ചിലപ്പോ ഞാൻ അങ്ങോട്ട് പറയും, ഞാൻ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരാളാണ് കുറച്ചൊക്കെ, അതുകൊണ്ട് എനിക്കെന്ത് വേണം, ഞാൻ പറഞ്ഞ കേട്ടാമെന്ന് നിർത്തർ. അപ്പോഴേ അമ്മയുടെ ഒരു റിയാക്ഷൻ, അമ്മ സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, ഈ കമന്റ്സും. അമ്മ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, ഞാൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുത്ത്, പക്ഷെ അത്രയൊന്നും ഇല്ല. താഴെ പോയി കമന്റ്സ് ഒന്നും വായിക്കാറില്ലെന്ന് തോന്നുന്നു. പിന്നെ ചില ഫോട്ടോ ഒക്കെ ഇടുമ്പോ പറയും ഇതൊക്കെ എന്ന് പറയും. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഓപ്പോസിറ്റാ. ഞാനെന്ത് വീട്ടിൽ കൂടെ ഒക്കെ ഇട്ട് ഡ്രസ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും, ഒന്നും പറയില്ലല്ലോ. അമ്മ പറയും ചിലപ്പോൾ ഡ്രസ്സ് ഇറക്കും, എന്താണ് ചോദിക്കും, പക്ഷെ ഒന്നും അങ്ങനെ ഫോട്ടോസ് ഒന്നും പറയാറില്ല. അതിന് എക്സാമ്പിൾ പറയും, ഇപ്രാവശ്യം ഒരു ഫോട്ടോ നമ്മുടെ വനിതയുടെ കവർ തന്നെയാണ്. അത് കണ്ടപ്പോ ഞാൻ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെയൊക്കെയാണ് മലയാളത്തിൽ പെൺകുട്ടികള്, എന്നിട്ടാണ് എൻ്റെ അടുത്തൊരു കുറ്റങ്ങളൊക്കെ പറയണത്. എന്തൊരു മാറ്റല്ലേ ഇങ്ങനെ കുറെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കും, അപ്പൊ പിന്നെ കുഴപ്പമില്ല എന്നുള്ള. അമ്മയുടെ മെന്റാലിറ്റി എന്തെങ്കിലും ചേഞ്ച് ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ ഒരു 10-15 വർഷത്തിന് മുന്നേ ഉള്ള 10-15 1 വർഷം 2 വർഷം മുമ്പിൽ തന്നെ മാറിയിട്ടുണ്ട്. കാരണം അമ്മയും കാണുന്നുണ്ടല്ലോ. അല്ല, അത് നമ്മൾ കൺവിൻസ് ചെയ്തതാ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ശരി. ഓക്കെ, വൺ മൂവി യു സെഡ് നോ, അങ്ങനെ ഒരു മൂവി ഉണ്ടോ? അല്ല, മൂവി നോ പറഞ്ഞതല്ല, പക്ഷെ എനിക്ക് ചെയ്യാൻ വിഷമിച്ച ഒരു പടം, വിഷമായി പോയ പടം, അയ്യോ ദിലീപ് ഒരു ഹിറ്റ് പടം ഉണ്ടല്ലോ, മമതയും ദിലീപ് ഭയങ്കര ഹിറ്റ്, മൈ ബോസിൽ മമതയുടെ ഫ്രണ്ടിന്റെ ക്യാരക്ടർ ആയിരുന്നു. പക്ഷെ ഇപ്പോഴും ആ സിനിമ കാണുമ്പോ എനിക്ക് ഭയങ്കര വിഷമത ചെയ്യുക, കാരണം നല്ല സിനിമ, ചെറിയ റോളാണെങ്കിലും ചെയ്യായിരുന്നു എന്നുള്ളത്. ഏതെങ്കിലും സിനിമയില് ലൈക്ക് അഭിനയിക്കാൻ ഇരുന്നിട്ട് പിന്നെ ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടോ? അതെന്ത് ക്വസ്റ്റ്യനാ? അതായത് ഞാൻ ഈ സിനിമയിൽ ഫിക്സ് ആയി, പക്ഷെ ലാസ്റ്റ് മിനിറ്റിൽ ചേഞ്ചസ് കാരണം എനിക്ക് ചെയ്യാൻ പറ്റില്ല. എത്രണ്ണം വേണം, ഒരു പേപ്പറിങ് എടുത്ത് എഴുതി തരാം, ഇഷ്ടം പോലെ. വിഷമാവില്ലേ അപ്പൊ? അത് വിഷമാവുന്നു, റൂം പോയിരുന്ന് കരഞ്ഞിട്ടുണ്ട്, അല്ലാതെ എന്ത് ചെയ്യാന്. പടങ്ങളുണ്ട്, അതോടെയാണ് ഭയങ്കര വിഷമം വരുന്നത്. ചിലപ്പോ ആലോചിക്കും, പിന്നെ വിചാരിക്കും എല്ലാവരും നമുക്കൊരാളെ നമുക്ക് വരും, വെറുതെയാ. വിളിച്ചു ചോദിക്കോ എന്ത് പറ്റി, എന്താ റീസൺ എന്ന് പൊളൈറ്റ്ലി നമ്മൾ ചോദിക്കത്തില്ലേ? അല്ല, പലതിന്റെ റീസൺ നമുക്ക് തന്നെ അറിയാം, അതുകൊണ്ട് ചോദിക്കേണ്ട ആവശ്യമില്ല. അല്ലാത്തൊക്കെ നമ്മൾ വിടും, അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഇങ്ങോട്ട് എടുക്കില്ല, ഇവിടെ കൊണ്ട് ആര് പറഞ്ഞു അങ്ങോട്ടൊക്കെ എടുക്കും, പുറത്തൊന്നും കാണിക്കൂല. അപ്പൊ പറഞ്ഞില്ലേ റൂമിലിരുന്ന് കാര്യം, റൂമിലിരുന്ന് കാര്യം, എന്നിട്ട് പുറത്തിറങ്ങി വന്ന് ഒന്നില്ലാത്തല്ലോ അഭിനയിക്കുക, അത്രേ ഉള്ളൂ. വൺ ടബു അബൌട്ട് ദിസ് മീഡിയ ഫീൽഡ്, അതായത് ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണ ഈ മീഡിയ ഫീൽഡൊക്കെ ഇങ്ങനെ ആയിരിക്കും എന്ന് ഇപ്പോഴുള്ള എന്ന് താങ്കൾക്ക് തോന്നുന്ന ഒരു സാധനം? ഫീൽഡ് ഇങ്ങനെ ആയിരിക്കുന്നതിന് കൂടുതൽ നമ്മളെന്തോ പബ്ലിക് പ്രോപ്പർട്ടിയാണ്, നമ്മളോട് എന്തും പറയാം എന്തും ചെയ്യാം എന്നുള്ളൊരു ഇതുണ്ട്. കാരണം നമ്മൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ സിനിമ അവര് പൈസ കൊടുത്ത് കാണാൻ വരുന്നു, അതുകൊണ്ട്
നമുക്ക് അവർക്ക് എന്തെങ്കിലും പറയാം. എന്ത് വേണമെങ്കിലും പറയാം. അത് ഈ പലരും പറയുന്ന ഒരു റീസൺ ആണ്, നമ്മൾ കാശ് കൊടുത്തല്ലേ സിനിമ കാണാൻ പോകുന്നത്, അപ്പൊ പിന്നെ നമുക്ക് പറഞ്ഞോട്ടെ ഇങ്ങനെ ഒരു സാധനം അതൊരു പറയുന്നുണ്ട്. എന്റർടൈൻമെന്റ് ആണ്. ഉം. നമ്മളും കഷ്ടപ്പെട്ട് അവരെ എന്റർടൈൻ ചെയ്യാൻ അഭിനയിക്കുന്നതാ. പക്ഷെ അതൊരു പ്രൊഫഷൻ തന്നെയാണ്. അതെ. ഒന്ന് കുറച്ചൊക്കെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് ഇവിടെ യാതൊരു ബഹുമാനമില്ല. അല്ല, ഉള്ള കാര്യം പറഞ്ഞതാ. അത് മാത്രം ഒന്ന് കുറച്ച് മാറിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അത്രേ ഉള്ളൂ. പക്ഷെ ഇത് നമ്മളെ കൊണ്ട് മാറ്റാൻ പറ്റില്ല. നമ്മുടെ ഒരു ചിന്തിക്കാൻ മാറിയിരുന്നെങ്കിൽ എന്നുള്ളത് ബുദ്ധിമുട്ടാ. ഉം. ഉം. ഈ ട്രൈ ചെയ്തിട്ടുണ്ടോ? അതായത് എന്നാൽ കഴിയുന്ന എനിക്ക് ചുറ്റുമുള്ള രണ്ടുപേരെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ ഇല്ല എന്നുള്ളത് ഇല്ല, ഇല്ല. പറഞ്ഞിട്ടൊരു കാര്യമില്ലെന്ന് തോന്നിയിരിക്കുന്നത്. അതെ, നമ്മള് അത് ആ അല്ല, പരീക്ഷണങ്ങളൊക്കെ ചിലപ്പോൾ വിട്ട് നമ്മൾ പറയില്ല, നമുക്ക് നമ്മുടെ എക്സ്പെക്ടേഷൻസ് നമുക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ മനുഷ്യരായെങ്കിൽ എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. അതില്ലാന്നൊക്കെ അഭിനയിക്കുന്നത് വെറുതെ. പിന്നെ നമുക്ക് പറയാതിരിക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ, ശരി. പ്രപ്പോസൽസ്, എനി പ്രപ്പോസൽസ് ഫ്രം സോഷ്യൽ മീഡിയ? എനിക്ക് താങ്കളെ ആ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്. ഉണ്ട്. ഇത് ഇന്ന് രാവിലെ കൂടെ ഒരു ചാവറ മാട്രിമോണിയിൽ കണ്ടെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് മാട്രിമോണിയിൽ ഉണ്ട് ആക്ച്വലി. ഉണ്ടോ? ആ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനേ ഞാൻ പതുക്കെ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെയല്ല, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മാത്രമല്ല മാട്രിമോണിയിലും ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ അത് തൽക്കാലം എന്റെ ആ ഒരു എന്താ പറയാ സെഷൻ അവിടെ ഞാനൊന്ന് ഹോൾഡ് ചെയ്തിട്ട് കേട്ട് ഞാൻ കല്യാണത്തിലോട്ട് വരാം. ഓക്കെ, ശരിക്കും അപ്പൊ മാട്രിമോണിയിൽ നമ്മൾ പ്രൊഫൈലൊക്കെ ഇട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. ആ, കല്യാണം ഉടനെ കഴിക്കാൻ പ്ലാൻ ഉണ്ടോ? ഓ. അറിയൂ. ആക്ച്വലി അറിയത്തില്ല. പക്ഷെ കഴിക്കണം, കിട്ടിയാൽ നല്ലൊരാളെ അങ്ങനല്ല, കിട്ടിയാൽ കഴിക്കണം. കഴിക്കാം. ആ, കിട്ടിയാൽ കൊള്ളാം. എങ്ങനെ എന്തുണ്ട്? മറ്റേ ഈ ലോട്ടറി എന്ന് ഉറച്ചു പറയും, പറ. ലോട്ടറി എടുക്കാം നമുക്ക്, പക്ഷെ അടിക്കണം നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. Okay. അതുപോലെയാണ് ഈ കാര്യത്തിൽ എനിക്ക് തോന്നിയിരിക്കുന്നത്. ആ, ഇല്ല, ഓൾമോസ്റ്റ് ഇങ്ങനെ മാട്രിമോണി 2-3 കല്യാണമൊക്കെ വന്ന് ഏകദേശം നമ്മൾ സംസാരിച്ചൊക്കെ നോക്കി നടക്കും നടക്കില്ല എന്ന അവസരം ഞാൻ വേണ്ടെന്ന് വെച്ചതാ. അതുകൊണ്ട് എനിക്കിപ്പോൾ എൻ്റെ കാര്യത്തിൽ ഒരു കോൺഫിഡൻസ് ഇല്ല. നമ്മൾ ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടെന്നല്ല, പക്ഷെ ചില സമയത്ത് ഇത് ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ആരെങ്കിലും വരുമ്പോൾ സംസാരിക്കരുത്, 6 മാസം സംസാരിച്ച് തീർന്നു, അടിച്ചു പിരിയുക. അതിലും ഭേദം നമുക്ക് 2 മാസം കഴിയുമ്പോൾ കല്യാണം കഴിക്കാന്ന് പറയുന്നത് എനിക്ക്. ഈ ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്ന് കേട്ടിട്ടില്ലേ? അതായത് നമ്മളെ ഒരുപാട് സംസാരിച്ച് കഴിയുമ്പോഴത്തേനും നമ്മളോടുള്ള അവരുടെ ഒരു വാല്യൂം ചിലപ്പോൾ പോകും, അവരോടുള്ള നമ്മുടെ ഇത് പൊതുവെ പോകും. തമാശയല്ല, ആക്ച്വലി ഇപ്പത് തമാശയാണ്. പക്ഷെ എനിക്ക് കല്യാണം ആലോചിച്ചു വന്നൊരു പയ്യൻ ഒരു കുറെ നാളായിട്ട് അറിയാന്ന് വെച്ചോ. പക്ഷെ ഞാൻ ഈ റെഗുലറായിട്ട് ഞാൻ നന്നായിട്ട് സംസാരിക്കുന്ന ആളാ. മനസ്സിലായി. പക്ഷേ പലർക്കും ഞാൻ സംസാരിക്കില്ല എന്നുള്ളതാണ് തോന്നൽ. കാരണം ഈ ഒരു ഗ്രൂപ്പിൽ കൊണ്ടുവിട്ടാൽ നമുക്ക് പറ്റില്ല, ഒരു സ്പേസ് തരണം. അതിപ്പോ ഏത് ഷോയ്ക്ക് പോയാലും അതെ, എനിക്ക് ഇടിച്ചേറി സംസാരിക്കൽ പറ്റൂല. പക്ഷെ നമ്മൾ സംസാരിച്ചാൽ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എന്നെ കാണുന്ന ആൾക്കാർ വിചാരിക്കും ഞാൻ ഭയങ്കര ജാടിയാണ്, ഓ ഇവള് സംസാരിക്കില്ല എന്നൊക്കെയാ. തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലും നിർത്തുമോ ഇതിനെന്നുള്ളതാണ് ബേസിക്കലി. ഇങ്ങനെ പാലക്കാരെല്ലാം ബേസിക്കലി അങ്ങനെയാണ്. അപ്പൊ ഇത് സംസാരിച്ച് പക്ഷെ പുള്ളിയോട് എനിക്കെന്തോ സംസാരിക്കുന്നുണ്ട് എന്നാ, പക്ഷെ ഈ ഫ്ലോ വരുന്നില്ല. കുറെ നാൾ കഴിയുമ്പോൾ ഞാൻ ഇത് വേണ്ടെന്ന് വെച്ചു. അപ്പൊ അദ്ദേഹം എനിക്കൊരു ലിസ്റ്റ് അയച്ചു, മൈ പ്രോബ്ലംസ്. 1 2 3 അങ്ങനെ 4 ഒരു 9 ലിസ്റ്റ്. ഞാനപ്പോ സാധാരണ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വരെയെങ്കിലും ആണുങ്ങള് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയില്ലല്ലോ. അപ്പൊ ചോദിച്ചു, നന്നായി, നല്ല തീരുമാനമായിരുന്നു വേണ്ടാന്ന് വെച്ചത്. അപ്പൊ അതുകൊണ്ട് എല്ലാം നല്ലതിനെ സംഭവിച്ചെന്ന് അങ്ങനെ പോകുന്നു. അതിൽ ഉള്ളൊരു മെയിൻ ആയിട്ട് താങ്കളെ ഹിറ്റ് ചെയ്ത് 2-3 പോയിന്റ് പറയാൻ പറ്റും? ഞാൻ പറയില്ല. ഒരുപാട് അല്ല, സംസാരിക്കുന്ന ആദ്യത്തെ ദിവസം ഇത് വായിച്ചു തന്നിട്ട് ഇത് അമ്മേനെ ഇടിക്കുവേ വീട്ടിൽ ചെല്ലുമ്പോ, നിനക്ക് ഇത് വല്ല കാര്യം ഉണ്ടോ പറയണം. ഞാൻ അമ്മയുടെ അടുത്ത ദിവസം രാവിലെ, അമ്മ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്റെ കുഴപ്പമാണോ അമ്മ? മറ്റേ മനുഷ്യനകത്ത് പറയില്ല, അതുപോലെ ഇതില് പ്രശ്നമുണ്ട്. എന്നൊന്ന് ശരിക്കും നോക്കി. അപ്പൊ അമ്മ പറഞ്ഞു, നിനക്ക് വട്ടാണെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല, സാരല്ല. അപ്പൊ ഓക്കെ അപ്പൊ ഒരു കോൺഫിഡൻസ് വന്നു. ഇല്ല, അങ്ങനെയാണെങ്കിൽ ഇതാ ഫ്രഷ് ചോദ്യം, താങ്കളുടെ കോൺസെപ്റ്റിലുള്ള ആ ഒരു ഭർത്താവ് ആരാ, എങ്ങനെ ഇരിക്കണം? അത് കാണാൻ കുറച്ചൊക്കെ ഭംഗി ഉണ്ടാവണം, കാലിലും ഭയങ്കര കോംപ്ലക്സ് അടിച്ചാലോ. അതായത് ഇവന്റെ ഭാര്യ എന്നെക്കാളും ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ സാധനം അതല്ലേ? ഞാനിങ്ങനെ പറയും. അല്ല, അത് ചില ആൾക്കാർക്കുണ്ട്. ചിലർക്ക് ഇപ്പൊ കാണാൻ ഭംഗിയില്ല, ഒരു കോൺഫിഡന്റ് ആയിരിക്കും. പിന്നെ ഫാമിലി നോക്കുന്ന ഒരാളായിരിക്കണം, അത്രേ ഉള്ളൂ. മറ്റേ സൽമാൻ ഖാൻ പോലെ 6 പാക്ക്. എനിക്ക് സൽമാൻ ഖാൻ മാത്രം എനിക്ക് ഇഷ്ടമുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർക്ക് എനിക്ക് അങ്ങനെ 6 പാക്സ് ഒന്നും അങ്ങനെ ഇഷ്ടമൊന്നുമില്ല. അത്യാവശ്യം ഫിറ്റ് ഒക്കെ ആയിട്ടിരുന്നാൽ മതി, അത്ര ഹെൽത്തി ആയിരിക്കണം, അതാണ് കാര്യം. ഞാൻ ജിമ്മിൽ പോകുന്ന ആളായതുകൊണ്ട് ജിമ്മിലേ പോകാത്ത ഒരാളെ കിട്ടിയാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ നമ്മളെ കൊണ്ട് വിടൂല. ഒരു സപ്പോർട്ടൊക്കെ കിട്ടുമ്പോൾ നല്ലതല്ലേ, അങ്ങനെ. പിന്നെന്താ,
അങ്ങനെ പ്രത്യേകിച്ച് വലിയ കാഴ്ചപ്പാടൊന്നുമില്ല. അപ്പൊ നല്ലൊരു ഇത് ഈയിടെ ഒരു ഇത് കണ്ട പോലെ ഒരാണായൊക്കെ മതി. അത് തന്നെ വലിയ കാര്യമൊക്കെ. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ സെഗ്മെന്റിലോട്ട് വരാം. നമ്മൾ പ്രപ്പോസൽസ് പറഞ്ഞല്ലോ. ക്രേസി ഫാൻ മൊമെന്റ്, അതായത് താങ്കളുടെ ഒരു ക്രേസി ആയിട്ടുള്ള ഒരു ഫാൻ മൊമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഇവന്റിന് പോയപ്പോ കണ്ടതാവാം, നേരിട്ട് നടന്നാവാം, അല്ലെങ്കിൽ ഇൻബോക്സ് ആവാം. ഇവന്റൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷെ കൊറേ ചെരുപ്പ് അയക്കുന്ന ഒരാൾക്കാരുണ്ട് ഗിഫ്റ്റ്. ചെരുപ്പോ? ആ കാലിന്റെ ഫാൻസ് ആയിരിക്കും. എന്താണോ അവസാനപ്പോഴേക്ക് എനിക്ക് തോന്നി എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ ഇത്. ആദ്യമൊക്കെ നമുക്കിത് ഗിഫ്റ്റ് ആയിട്ട് ഓക്കെ, ഒരാളാണോ പല ആൾക്കാർ? കുറെ ആൾക്കാർ. ഇപ്പൊ ഇത് എനിക്ക് തോന്നുന്നു ഫാഷൻ ആയിട്ട് മാറിട്ടെന്ന് തോന്നുന്നു. ആ. ഈ കമന്റ്സിൽ 4 ദിവസം മുമ്പ് ഒരു കമന്റ് ഒന്ന് എടുത്തു നോക്കി എനിക്കറിയാം. ഞാൻ റിപ്ലൈ അയച്ചിട്ടുണ്ട്. വീട്ടിൽ വേറെ ഒന്നും കഴിക്കുകയല്ലേ. അത് ഞാൻ സോ കണ്ടു. ഇതൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇതിനെന്തോ ഒരു സംതിങ് റോങ്. അപ്പൊ ഞാൻ ഇപ്പൊ അത് നിർത്തി. എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും വേണ്ടാന്നുള്ളത്. പക്ഷെ അത് ഒരു സംഭവമാണ്. പിന്നെ ചില ആൾക്കാർ യൂസ് ചെയ്ത ചെരുപ്പ് തരാമെന്നൊക്കെ ചോദിക്കും. പഴയ ചെരുപ്പ് വീട്ടിലേക്ക് അയച്ചു തരാമെന്ന്. എത്ര ആലോചിച്ചിട്ട് അത് എന്തിനാണെന്ന് പിടികിട്ടിയിട്ടില്ല. ഇനി അത് മേടിച്ച് അവൻ തന്നെ അവനെ തലയിലടിക്കാനായിരിക്കും ചിലപ്പോ. ഞാൻ താങ്കൾക്ക് ഒരു നഗ്നസത്യം പറയട്ടെ, ഈ ഇടയായിട്ട് സോഷ്യൽ മീഡിയയിൽ ഫീറ്റ് ഫെറ്റിഷ് ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം പക്ഷെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര കൂടുതലാണെന്ന്. അതെന്താ എനിക്ക് ശരി പോട്ടെ, ശരി ഫീറ്റിനോട് ഇഷ്ടം വെച്ചോ. പക്ഷെ ഈ പഴയ ചെരുപ്പ് കൊണ്ട് എന്ത് ചെയ്യും? ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. മറ്റേ ഒരു സിനിമയിലെ ക്ലാസ്മേറ്റ്സിൽ ഇന്ദ്രിയത്ത് പറയത്തില്ലേ, എത്ര പെണ്ണുങ്ങളുടെ പാദം പൊതിഞ്ഞ മറ്റേ പടിയ എന്ന് പറഞ്ഞ പോലെ ചിലപ്പോ താങ്കളുടെ പാദം അതായിരിക്കും പൊതിഞ്ഞ അല്ലേ. ചെരുപ്പ്. എന്നാലും അതൊക്കെ വായിക്കുമ്പോ എനിക്ക് എന്തോ പോലെ തോന്നും. അത്രയൊക്കെ ഉള്ളു, അല്ലാണ്ടൊന്നുമില്ല. ഓക്കെ, ശരി. അടുത്തത് ഒരു അൺഎക്സ്പെക്ടഡ് മൊമെന്റ് ഡ്യൂറിങ് ആൻ ഇവന്റ്. അതായത് ഇവന്റിൽ പോകുമ്പോൾ പല കാര്യങ്ങളാണല്ലോ, ചിലപ്പോൾ ആ കമ്പനിയുടെ ഭാഗത്തു നിന്നാവാം, ഇല്ലെങ്കിൽ ആ ക്രൗഡിന്റെ ഇടയിലാവാം. ഒരു ഷോക്കിംഗ് അല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഷോക്കിംഗ് അല്ല, പക്ഷെ ഈയിടെ ഇത് പറഞ്ഞപ്പോ പണിയാവട്ടോ. ഈയോടെ ഒരു നമ്മുടെ വേണ്ടപ്പെട്ട ആൾസ് ഇപ്പോൾ ഉള്ള സോഷ്യൽ മീഡിയ എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഞാൻ വരുന്നു, ചിലപ്പോ അവർ എൻ്റെ വീഡിയോ ആയിരിക്കും കൂടുതൽ എടുക്കുന്നത്. അപ്പൊ ഇതൊരു പ്രശ്നമായിട്ട്, അതായത് നമ്മള് ഫോക്കസ് മാറിപ്പോയെന്ന്. അപ്പൊ അത് എന്റെ കുഴപ്പമല്ലല്ലോ, അത് അവരെടുത്ത വീഡിയോ അല്ല. പിന്നെ ഇവര് മൊബൈൽ കൊണ്ട് വരുന്നത് അതിനകത്ത് 2 വീഡിയോ ഞാൻ അറിയാണ്ട് ഷെയർ ചെയ്യുകയും ചെയ്തു. അവർ എൻ്റെ അടുത്ത് അവർ മിണ്ടുന്നില്ല, പിണങ്ങി. ശരി ആയിക്കോട്ടെ. അവിടെ വേറെ ആരെങ്കിലും മെയിൻ ആളുണ്ടായിരുന്നു തോന്നുന്നു. ആ ആൾക്ക് ശ്രദ്ധ കിട്ടാണ്ട് താങ്കൾ ക്രൗഡ് പുൾ ചെയ്തോ? മുഴുവൻ പറഞ്ഞ ഇപ്പൊ എനിക്ക് അതിനേക്കാൾ വലിയ പണക്ക്, അതുകൊണ്ട് വേണ്ട. പക്ഷെ അത് എനിക്ക് എന്തോ പോലെ തോന്നി. കാരണം നമ്മൾ ചെയ്യുന്നതല്ലല്ലോ, അവർ തന്നെ എടുക്കുന്നു, അവർ തന്നെ ഇടുന്നു. ചില വീഡിയോസ് നമുക്ക് നല്ലതെന്ന് തോന്നുമ്പോൾ നമ്മൾ ടാഗ് ഒക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നതാ. അതൊരു പ്രശ്നമായി മാറുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഓക്കെ, എങ്ങനെ റിയാക്ട് ചെയ്തു നമ്മൾ ഇതിനൊക്കെ? ഒന്നും ചെയ്തില്ല. അല്ല, അത് അവരെടുത്തതാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ശരി. അടുത്തത് സെലിബ്രിറ്റി യു ആർ ജെലസ് ഓഫ്. പുഷ്പൊക്കെ എനിക്ക് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. മേ ബി ഈ ഫാമിലി ലൈഫും കരിയറും കൂടെ ഒന്നിച്ച് കൊണ്ടുവന്ന ചില ആൾക്കാരില്ലേ, അവരെ കാണുമ്പോൾ എനിക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ദീപിക, പ്രിയങ്ക, അതുപോലെ നയൻതാര, ഇവരൊക്കെ രണ്ടും നമ്മൾ പുറത്തുനിന്ന് നോക്കുന്നതോളം നല്ലതാണ്. ഫാമിലി ലൈഫും നല്ലതാണ്, കരിയറും നല്ലതാണ്. ആൻഡ് അവർക്ക് ഭയങ്കര സപ്പോർട്ടീവാണ്. ഇപ്പം പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് കൊച്ചുണ്ടായി കഴിഞ്ഞിട്ടാണെങ്കിലും അവർ ഭയങ്കരമായിട്ട് ഭാര്യമാരെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇടുന്ന ആൾക്കാർ വളരെ കുറവാണ്. അത് കാണുമ്പോൾ ഒരു കുശുമ്പൊക്കെ തോന്നാറുണ്ട്. ഓക്കെ, അങ്ങനെ കിട്ടട്ടെ നമ്മള് നമ്മുടെ മാട്രിമോണി കൂടെ. ഓക്കെ, വൺ ക്യാരക്ടർ യു വാണ്ടഡ് ടു പ്ലേ. അതായത് ഇപ്പൊ നമുക്ക് സിനിമ എന്തായാലും ഇഷ്ടം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതായത് തിരിച്ച് സിനിമ വിടാൻ ഇപ്പൊ തോന്നുന്നില്ല കറന്റ്ലി. ഈ റീസെന്റ് കണ്ട സിനിമകളിൽ എനിക്കിത് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അടിച്ചു പൊളിച്ചേനെ, അല്ലാന്നുണ്ടെങ്കിൽ എനിക്കിത് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ചെയ്യാമായിരുന്നു എന്ന് തോന്നിയ ഒരു ക്യാരക്ടർ ഉണ്ടോ? അങ്ങനെ ചെയ്ത് കഴിഞ്ഞ ക്യാരക്ടർ നമുക്ക് രണ്ടാമത് ചെയ്താൽ ഒരിക്കലും ശരിയാവില്ല, അത് അവർ തന്നെ ആയിരിക്കും പെർഫെക്റ്റ്. പക്ഷെ എനിക്ക് അനുഷ്ക ചെയ്ത ക്യാരക്ടേഴ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം കുറച്ചും കൂടി ഫീമെയിൽ ഓറിയന്റഡ്, ഈ പറഞ്ഞ ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് എല്ലാം. പിന്നെ മലയാളത്തിൽ എനിക്ക് തോന്നിയത് ഇപ്പോൾ ആക്ച്വലി എല്ലാ പിള്ളേരും നല്ലതാണ്. മമതയാണെങ്കിലും അനശ്വരി ആണെങ്കിലും ഒക്കെ നല്ല നല്ല പിള്ളേരാണ്. ഇപ്പൊ ആ വയസ്സിലേക്കുള്ള ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഞാൻ വന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് കിട്ടിയില്ലല്ലോ എന്നൊരു വിഷമം തോന്നാറുണ്ട്. ഇനി ഈ സിനിമ ഇൻഡസ്ട്രി താങ്കൾ എങ്ങനെ ട്രീറ്റ് ചെയ്തു താങ്കൾക്ക് തോന്നുന്നത്? വളരെ മോശമായിട്ട്. അങ്ങനെ പറയാൻ കാരണം അല്ല, അതൊരു എന്റെ അനുഭവം ഞാൻ പറയാൻ പറ്റുള്ളൂ. ഒരു വിലയില്ലാത്ത അവസ്ഥയാണ് മിക്കവർക്കും. ഞാൻ എൻ്റെ കാര്യമല്ല പറയുന്നത്. പിന്നെ നമ്മളായിട്ട് വില ഉണ്ടാക്കിയെടുക്കാനൊന്നും പറ്റത്തില്ല. ഇവിടെ എന്ന് ചോദിച്ചോണ്ടല്ലോ, നമ്മൾ ഭയങ്കര സക്സസ്ഫുൾ ആയി കഴിയുമ്പോൾ അവർക്ക് നമ്മുടെ അടുത്ത് വരും സമയത്ത് മാത്രമാണ് അവർക്ക് അവർ ബഹുമാനം കാണിക്കുക. അല്ലെങ്കിൽ അങ്ങനെ വലിയ റെസ്പെക്ട് ഉള്ള ഇൻഡസ്ട്രി ഒന്നല്ല
പ്രത്യേകിച്ച് സ്ത്രീകളോട്. അതില് തമിഴിലും മലയാളം തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? മലയാളത്തിൽ കുറച്ചും കൂടി കുറവാണ്. എന്ത് പ്രശ്നം റെസ്പെക്ട് കുറവാണെന്ന് റെസ്പെക്ട് റെസ്പെക്ട് കുറവാണ്. ഓക്കെ ഓക്കെ ഓക്കെ. തമിഴ് കുറച്ചും കൂടിയൊക്കെ നമ്മുടെ അടുത്ത് അവർ ഐ മീൻ ലൈക്ക് മനസ്സിൽ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല, അത് വേറെ കാര്യം. പക്ഷെ ആരും മാഡം എന്നോ അല്ലെങ്കിൽ വാങ്ങ പോങ്ങ അങ്ങനെ ഒരു മര്യാദ ഉണ്ട്. ഇവിടെയുള്ള ആൾക്കാർക്ക് ഈ വാടി പൊടി എന്നൊക്കെ വിളിക്കുന്നത് വളരെ നോർമലാണ്. അത് നമ്മുടെ അടുത്ത് വിളിക്കാം. അവർ തന്നെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുന്നതാണ്, നമ്മൾ കൊടുക്കുന്നതല്ല. പക്ഷെ പിന്നെ ഞാനിപ്പോൾ കുറേ ആൾക്കാരോട് പറഞ്ഞു തുടങ്ങി, അത് പേര് വിളിച്ചാൽ മതി എന്ത്. അപ്പൊ അത് നമ്മളിത് പറയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല. ഓക്കെ. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സെൽഫ് റെസ്പെക്റ്റിന് നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ഉണ്ട്. അത് ഞാൻ പേര് വിളിക്കാനല്ലേ പറയുന്നുള്ളൂ, അല്ലെങ്കിൽ എന്നെ മാഡം എന്ന് സാറെന്നല്ല. ഇപ്പൊ പരിചയമുള്ളത് നമ്മളിപ്പോഴാണ് പരിചയപ്പെടുന്നത്. ഇപ്പൊ വന്ന് എടി വാ എന്ന് എന്നെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ തോന്നില്ലേ. അതാണ് ഞാൻ പറയുന്നത്. അല്ലാതെ നമ്മൾ ഫ്രണ്ട്സ് ആയി കഴിഞ്ഞിട്ടുള്ള പേടി വാടി പൊളി വരിക. പക്ഷെ ഇൻഡസ്ട്രിയിൽ ഇപ്പൊ ചില പ്രൊഡക്ഷൻ കണ്ടന്മാർ വിളിക്കുമ്പോൾ എടി നീ എപ്പോഴാണ് നാട്ടിൽ വരുന്നത്, ഞാൻ ശരിന്നോ, നമുക്ക് എന്തോ ഒന്ന് ഇല്ലാത്ത ഒരു ഫീലിംഗ് ഉണ്ട്. അത് പക്ഷെ ബേസിക്കലി ചിലപ്പോൾ വീട്ടിലൊക്കെ വളർത്തിയതിന്റെ കുഴപ്പം കൂടെ ആവാം. അതായത് നമ്മൾ ആദ്യം ആക്ച്വലി പരിചയപ്പെടുന്നതിന് മുന്നേ, അതായത് താങ്കളെ പരിചയപ്പെടുന്നതിന് മുന്നേ ഒരാൾക്കുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ജാഡായിട്ടുള്ള ഒരാളെന്നാണ്. പക്ഷെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ നല്ലതായിട്ട് സംസാരിക്കാൻ, നല്ല ജോവിയലായിട്ട് സംസാരിക്കുന്ന ഒരാളാണെന്നുള്ളത്. ഈ നല്ല ജോവിയലായിട്ടല്ലെന്നുണ്ടെങ്കിൽ മിങ്കിൾ ചെയ്യുന്നതേ അത് അവർ മിസ്യൂസ് ചെയ്യുന്ന ഒരു പരിപാടിയായിട്ട് പിന്നെ മാറത്തില്ലേ? ഉറപ്പായിട്ടും അതുകൊണ്ട് അതിപ്പോ ഞാൻ 5 വർഷമായിട്ട് ഒരു ജിമ്മിലാണ് പോകുന്നത്. എനിക്ക് എന്റെ ട്രെയിനർ നമ്പർ അല്ലാത്തൊരു ആരുടെ നമ്പർ അറിയത്തില്ല, എന്നോട് ആരുമില്ല. പക്ഷെ ഞാൻ പെണ്ണുങ്ങളോടും മിണ്ടും. എന്നോട് വന്ന് മിണ്ടിയാൽ ഞാൻ സംസാരിക്കും. പക്ഷെ പിന്നെ വിചാരിക്കും നമ്മൾ പോയി മിണ്ടിട്ട് ഇത് അവസാനം തലവേദന ആവും, എന്തിനാ വെറുതെ ഇത്. അതുകൊണ്ടായിരിക്കും ഇപ്പോഴും സിംഗിൾ ആയിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ തിരിഞ്ഞ് നടക്കണത്. അത് വേറെ കാര്യം. അങ്ങനെയാണെങ്കിലേ താങ്കൾക്ക് ശരിക്കും ഗേൾ ഫ്രണ്ട്സ് ആണോ, ഗേൾ ഹു ആർ ഫ്രണ്ട്സ് ആണോ, ബോയ്സ് ഹു ആർ ഫ്രണ്ട്സ് അതാണോ കൂടുതൽ? രണ്ടും ഉണ്ട്. പക്ഷെ എനിക്ക് പൊതുവെ പെണ്ണുങ്ങൾ ഫ്രണ്ട്സ് ഭയങ്കര ഇഷ്ടം. ഗേൾ ഗാങ്സ് അങ്ങനെ. അതായത് എനിക്ക് തോന്നുന്നു നമ്മൾ കൂടുതൽ ഇൻഡസ്ട്രി ആയിട്ട് വരുമ്പോൾ കൂടുതൽ ആണുങ്ങളായിട്ടാണ് മിങ്കിൾ ചെയ്യുന്നത് അല്ലേ. അപ്പൊ പെണ്ണുങ്ങൾ വളരെ കുറവാണ് ഫ്രണ്ട്സിന്റെ തോന്നലുണ്ട്. പിന്നെ പെണ്ണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ആവാൻ ഭയങ്കര പാടാണ്. അതായത് ഒരു ചെറിയ കുശുമ്പ് സൂയൊക്കെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, അത് ഇല്ലാന്ന് പറയുന്നത്. അത് ബ്രേക്ക് ആയിട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ 10 വർഷമായിട്ടുള്ള ആൾക്കാരായിരിക്കും, നമുക്ക് ശരിക്കും അറിയില്ലായിരിക്കും ഇവർ ശരിക്കും എന്താ മനസ്സിലെന്നുള്ളത്. ഇപ്പൊ ഞാൻ റീസെന്റ് പരിചയപ്പെട്ട ഒരു പെങ്കൊച്ചുണ്ട്, പുള്ളിക്കാർക്ക് എന്റെ ജാതകം വരെയൊക്കെ അറിയാം. അതൊക്കെ അവര് എനിക്ക് തന്ന സ്പേസും ടൈമും ആണ്. എനിക്ക് അവരോട് ഇപ്പൊ എന്ത് വെള്ളം പറയാം, മനസ്സിലായോ? അതായത് ഇപ്പോ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ഭയങ്കര ഗിൽറ്റി ഫീലിംഗ് ആണെങ്കിൽ പറയാൻ ഒരാളുണ്ട്. അതായത് നമുക്കൊരു സജഷൻ പറയുകയും ചെയ്യും. ചിലപ്പോൾ വേണ്ടാന്ന് പറയും, ചിലപ്പോൾ വേണമെന്ന് പറയും. പക്ഷെ പെട്ടെന്നായിരിക്കും ചില ആൾക്കാർ അങ്ങനെ പരിചയപ്പെട്ട് കമ്പനി ആണ്. അങ്ങനെ നമുക്ക് ആണുങ്ങളോട് പറയാൻ എനിക്ക് തോന്നുന്നില്ല പറ്റുമെന്ന്. പക്ഷെ ഉണ്ട്, ഇഷ്ടം പോലെ ഫ്രണ്ട്സ് എനിക്ക് ചെന്നൈയിൽ. പിന്നെ കുറച്ച് വഴി എന്നെക്കാൾ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒന്ന് കൂടുതൽ ഉപദേശവും കൂടെ വരികയെ അതിന്റെ കൂട്ടത്തില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്, നമുക്ക് വയസ്സ് കൂടിയ ആൾക്കാരാകുമ്പം എല്ലാത്തിനും അവർക്കൊരു അഭിപ്രായത്തെ കൂടുതൽ നമ്മൾ ഉപദേശിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട്. അപ്പൊ ഞാൻ പറയാതെ ഒന്ന് പ്രായം ഡിഫറൻസ് ഉണ്ട്, പിന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് വ്യത്യാസമുണ്ട്. കുറച്ച് മാറ്റിക്കും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്. ബട്ട് ഐ ലൈക്ക് ബോത്ത്. എന്നാലും ഈ പുറത്തൊക്കെ പോകുമ്പോ കമ്പനി കടിക്കുമ്പോ എനിക്ക് പെണ്ണുങ്ങളാണ് കുറച്ചും കൂടി കംഫർട്ട്. ഓക്കെ. ഈ വർക്ക് ഒന്നും ഇല്ലാത്ത സമയത്തെ, അതായത് നമുക്കിപ്പോ പ്രത്യേകിച്ച് ഒരു ഷൂട്ടില്ല, അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ സമയങ്ങളാണ് കൂടുതൽ. പറഞ്ഞോളൂ. രാവിലെ ജിമ്മിൽ പോവും, രാത്രി ജിമ്മിൽ പോവും. ഇത് തന്നെ ഈ 2 സമയം കൊണ്ട് തീർന്നു. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സിനിമ കാണും. സീരീസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് തീർത്തിട്ട് അവിടെ നിന്നിരിക്കും, കാണും. അപ്പൊ അങ്ങനെയൊക്കെ സമയങ്ങൾ പൊക്കോളും. അങ്ങനെ എനിക്ക് വലിയ സമയമില്ലായ്മയില്ല. പിന്നെ രാവിലെ എണീക്കുന്നത് വളരെ നേരത്തെ ആയതുകൊണ്ട് ഒരു ദിവസം പെട്ടെന്ന് തീർന്നോളും. ഓക്കെ. നേരത്തെ നമ്മൾ പറഞ്ഞു ഈ നമ്മള് എന്താ പറയാ, ഈ ഷൂട്ടിനോ അല്ലെങ്കിൽ പാർട്ടിക്കോ ഒക്കെ പോകുമ്പോഴാണ് നമ്മള് കുറച്ച് മോഡേൺ ഡ്രസ്സ് ധരിക്കാന്നുള്ളത്. പാർട്ടി പേഴ്സൺ ആണോ? ചെന്നൈ എനിക്കറിയാം വൈബ്. അതല്ല, പക്ഷെ എനിക്കൊരു ഗാങ് ഉണ്ട്, അവരുടെ ഉള്ളൂ. അല്ലാണ്ടുള്ള പോക്കിൽ വളരെ കുറവാ. ഒരു 5-6 പേരുണ്ട്. അവരുണ്ടെങ്കിൽ പോവും, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഇല്ല. പക്ഷെ ഐ ലൈക്ക്, ഇല്ലാന്ന് ഞാൻ പറയത്തില്ല, എനിക്കിഷ്ടമാണ്. ഇപ്പൊ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. ഗ്യാങ്ങിൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വന്ന് 1-2 ആൾക്കാർ മിണ്ടാതായപ്പോഴത്തേക്കും നമുക്കൊരു വൈബ് കുറവ്. പക്ഷെ എന്നാലും ഇഷ്ടമാണ് പോവാൻ. ഞാൻ എവിടെയോ കേട്ടു ശരിക്കും താങ്കളുടെ പേര് ഹണി റോസ് എന്നായിരുന്നു. സത്യമാണോ അത്? ആയിരുന്നല്ല, ഇപ്പോഴും അതാണ്. ഐഡി കാർഡൊക്കെ അങ്ങനെ തന്നെയാ. അപ്പൊ എന്താ ഇത് ഇങ്ങനെ ഒരു ക്ലാഷ് വന്നത്? ഹണിയാണ് ആദ്യം വന്നത്, പുള്ളിക്കാരിയാണ് ആദ്യം വന്നത് ഇൻഡസ്ട്രിയിൽ. അതിനുശേഷമാണ് ഞാൻ വന്നത്. അപ്പൊ ഈ ക്ലാഷ് വേണമെന്ന് വിചാരിച്ച് മാറ്റിയതാ. ഇനിഷ്യൽ ഒന്നായി പോയത് കൊണ്ടാ.
ഇപ്പൊ ഹണി റോസ് അല്ലായിരുന്നു, എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കും നല്ല പേരല്ലേ, പക്ഷെ ഹണി എൻ്റെ ഇടയ്ക്ക് പേര് മാറ്റി. അപ്പൊ ഞാൻ വീണ്ടും വിചാരിച്ചു വീണ്ടും ഇട്ടാലോ എന്ന്. നന്നായി, എങ്ങാനും ഇട്ടിരുന്നെങ്കിൽ പുള്ളിക്കാരി വീണ്ടും പേര് മാറ്റി ഹണി റോസ് അതാക്കി, ആകെ കൺഫ്യൂഷൻ ആയി എന്നെ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, ശരി സാരമില്ല. ഏതാ ശരിക്കും ആക്ച്വലി എൻജോയ് ചെയ്യുന്നത്? അതായത് ഈ പറഞ്ഞ പോലെ അല്ല, ഈ മോഡലിംഗ് എനിക്ക് ഇഷ്ടമാണ്, ആ. അത് എൻജോയ് നമ്മള് ചെയ്യുന്നുണ്ട്. റാം ഷോസ് അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഞാൻ ചെയ്തിട്ടുണ്ട്, ആ, ആ, ഉണ്ട്. Okay. പക്ഷെ അത് നമ്മളെ മറ്റേ ആർട്ടിസ്റ്റ് സ്റ്റോർ ഷോപ്പറായിട്ട് അങ്ങനെയൊക്കെ ഉള്ള, അല്ലാണ്ട് മോഡലിംഗ് സൈഡിലേക്ക് മോഡലായിട്ട് പോയിട്ടില്ല. ബട്ട് ഇല്ല, എനിക്കിപ്പോഴും സിനിമ തന്നെയാണ്. ആ. സീരിയൽസിലേക്ക് വിളിക്കുമ്പോൾ പോവാത്തതാ, കാരണം സീരിയൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന്ന്, ഞാൻ സീരിയൽ ചെയ്തിട്ടുണ്ട്, തമിഴിലൊരു അമ്മ എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ 1 വർഷം ഉണ്ടായിരുന്നു. ഓ. അപ്പൊ എന്ത് പറ്റി, ഒരു മാസത്തിൽ 28 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങാൻ സമയമില്ല, ഒന്നും ചെയ്തിട്ടില്ല. ആ 1 വർഷം ആ സീരിയൽ അല്ലാണ്ട് ആ സമയത്ത് നല്ല നല്ല സിനിമകൾ വന്നിട്ടുണ്ട്, പക്ഷെ പോവാൻ പറ്റില്ല. ഒന്ന് നല്ല നല്ല പേയ്മെന്റ് ഉണ്ട് സംഭവം, പിന്നെ അതിനകത്ത് ദൈവത്തിന്റെ സീരിയലായിരുന്നു, അപ്പം മറ്റേ നാഗീനായിട്ടായിരുന്നു. ഓ, ഓക്കെ. അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആ ക്യാരക്ടർ. അതുകൊണ്ട് അത് വിട്ടിട്ടുമില്ല. അവസാനം ഞാൻ മടുത്തിട്ട് ഒരു ദിവസം പറഞ്ഞ 2 ദിവസം ലീവ് ചോദിച്ചു. ഒന്നിനെ കൊന്നോളഞ്ഞു. നല്ല കിട്ടിയെന്ന് തോന്നുന്നു ഡയറക്ടറെ. കൊന്നെന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കൊന്നത്. എന്തോ പറഞ്ഞു. അല്ല, പാമ്പിന് കത്തിച്ചൊക്കെ കളഞ്ഞു. ഞാൻ അത് ഭയങ്കര ശക്തിയുള്ള പാമ്പൊക്കെയാ, അതിങ്ങനെ കത്തിച്ച് കളഞ്ഞു ചോദിച്ചു. അതിപ്പോ എന്ത് ചെയ്യണം, നമുക്ക് ക്യാരക്ടർ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. പിന്നെ പടം വിചാരിച്ചങ്ങ് പെട്ടു, അത്രേ ഉള്ളൂ. ലീവ് ചോദിച്ചതിന് കറക്റ്റ് കട്ട് ചെയ്ത് കളഞ്ഞോ? ഇത്ര ഇപ്പൊ ഇരുന്ന് സംസാരിക്കുമ്പോഴേ ഭയങ്കര ഈസി ആയിട്ട് ഇങ്ങനെ ആക്ഷൻ ഒക്കെ പറയുന്നുണ്ടല്ലോ, അന്ന് എന്തായിരുന്നു അവസ്ഥ? അല്ല, അന്ന് പക്ഷെ ഈ കാര്യത്തിൽ എനിക്ക് ക്യാരക്ടർ പോലുള്ള വിഷമം ഉണ്ടായിരുന്നു, കാരണം ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത ക്യാരക്ടറാ. ആ ക്യാരക്ടർ എന്ന് വെച്ചപ്പോ ഞാൻ ഈ കളർ സാരി എന്ന് വെച്ചോ, ദേഷ്യം വരുമ്പോ ഞാൻ ഈ കളർ സ്ഥലത്ത് പാമ്പായിട്ട് മാറും. അവർ പാമ്പായിട്ട് കാണിക്കും, പക്ഷെ ഈ കളറായിരിക്കും പാമ്പിന്. പിങ്ക് സാരി ആണെങ്കിൽ പിങ്ക് പാമ്പായിരിക്കും. ഇത് നമുക്ക് പറയുമ്പോൾ കോമഡി എന്ന് തോന്നും, പക്ഷെ രസമാണ് നമ്മളെ സ്ക്രീനിൽ അങ്ങനെ കാണാനായിട്ട്. അപ്പൊ അതുകൊണ്ടൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് ഇറങ്ങിയപ്പോ ഒരു സമാധാനം ഉണ്ടായിരുന്നു. 4 ദിവസം കിടന്ന് ഉറങ്ങി ആദ്യം. കമ്മിറ്റ്മെന്റ് ഒക്കെ ശരിയാ, പക്ഷെ എല്ലാ ദിവസവും രാവിലെ 5 മണി, തിരിച്ച് വീട്ടിൽ വരും 11 മണി, ഇങ്ങനെ 28 ദിവസം മാസമാകുമ്പോ ആലോചിച്ച് കിളി എവിടെയോ പറന്നു പോയില്ലേ എന്ന് തോന്നും. സോ അതിന്റെ ഒരു പോയതിന്റെ ഓക്കെ ഫൈൻ എന്നുണ്ടായിരുന്നു. പിന്നെ പൈസ അടുത്ത മാസം മുതൽ എന്ത് ചെയ്യുന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു, അത്ര ഉണ്ടായിരുന്നു. എങ്ങനെ ഇപ്പൊ നമ്മുടെ ഇൻകം ഒക്കെ ഡീൽ ചെയ്യുന്നത്? അല്ല, ഇൻകം അപ്പ അത്യാവശ്യം കാശൊക്കെ ചോദിച്ചാൽ അപ്പം തരും, അല്ലാത്തൊക്കെ ഇങ്ങനെയൊക്കെ മുമ്പോട്ട് പോകുന്നു. ഏറ്റവും വലിയ കാശ് ബുദ്ധിമുട്ട് കേട്ടോ, അഭിനയിച്ച കാശ് മേടിക്കാൻ ഉള്ള കാര്യം. അയ്യോ, ഒന്നും പറയണ്ട. ഇപ്പോഴും പെൻഡിങ് ഉണ്ടോ? വർഷങ്ങൾക്ക് മുമ്പല്ല, ഇപ്പൊ ചെയ്തോന്നും തരത്തില്ല. പിന്നെ നമുക്ക് പിന്നെ 50% ഒക്കെ നമുക്ക് മേടിക്കാൻ പറ്റും, കാരണം നമ്മൾ പോകുന്നവരെയൊക്കെ. ഈ സിനിമ കഴിയുന്നൊരു സംഭവം ഉണ്ടല്ലോ, ഇത് കഴിഞ്ഞാൽ പിന്നെ അവരെ വിളിച്ചാൽ കിട്ടൂല, ഫോൺ എടുക്കില്ല. ഇപ്പൊ 1-2 ഇപ്പൊ ഒരു സിനിമ 50 ഹിറ്റാ പടം, ചെറിയ ക്യാരക്ടർ റോളായിരുന്നു, പടം ഭയങ്കര ഹിറ്റാ, പക്ഷെ അവർ ബാലൻസ് കാശ് തന്നിട്ടില്ല. എന്താന്ന് എനിക്ക് ഇതിന് മനസ്സിലായിട്ടില്ല. പിന്നെ പല രീതിയിലൊക്കെ വിളിക്കാൻ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കില്ല, കാര്യമില്ല. അതായത് അത് നമുക്ക് ഒരാൾ എന്തെങ്കിലും തറന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തരും. നമ്മൾ എത്ര ചിലപ്പോൾ ചോദിച്ചാലും തരില്ല എന്ന് വിചാരിച്ച ആൾക്കാർ തരില്ല. അതാണ് എനിക്ക് അനുഭവം. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ ചോദിക്കാറില്ല. പക്ഷെ വിഷമം തോന്നുന്നു, കാരണം ഭയങ്കര കഷ്ടപ്പെട്ട് വെയിലൊക്കെ നിന്ന് പടം ഫ്ലോപ്പ് ആണെങ്കിൽ പോലും നമുക്ക് വിചാരിക്കാൻ പോട്ടെ സാരമില്ല, പടം 100 ദിവസം ഓടിയ പടത്തിൽ കാശ് തന്നില്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ. പക്ഷെ അങ്ങനെ ഒരു ഫീലിംഗ് ഒന്നും സിനിമാക്കാർക്ക് ഇല്ല. ഗിഫ്റ്റ് ആണ്, ഒരു കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് ഹാമ്പർ ബൈ മൈൽസ്റ്റോൺ മേക്കേഴ്സ്, ക്രാഫ്റ്റഡ് ബൈ ഹാമ്പർ ക്വീൻ. താങ്ക് യു. സോ താങ്ക് യു സോ മച്ച്. ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. എനിക്ക് താങ്കൾ സംസാരിക്കുമ്പോ പുറത്തിറങ്ങിയിട്ട് വേണം ഒന്ന് തരിക. ആക്ച്വലി താങ്കൾ സംസാരിക്കുമ്പോ ലൈഫിലുള്ള കുറേ ഡൗൺഫോൾസിനെ അത് കൺവേർട്ട് ചെയ്ത് പോസിറ്റീവ് ആക്കി അതിപ്പോ കോമഡി ആയിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് ഗോ ത്രൂ ചെയ്തപ്പോഴുള്ള ആ സമയത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇനി മുമ്പോട്ട് ബി പോസിറ്റീവ്, ബി ഒപ്റ്റിമിസ്റ്റിക്. നമുക്ക് മറ്റേ മാനിഫെസ്റ്റേഷൻ ഒക്കെ അടിച്ച് അതൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പണ്ട് ഇതുകാരൊന്നും വിശ്വാസമായിരുന്നു, ഇപ്പൊ എല്ലാ വഴിക്കും നമ്മൾ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.